സോ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതും പേര് തന്നെ ഡിഫൈൻഡ് ആണ്. കമ്മ്യൂണിറ്റീസ് നടത്തുന്ന ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആണ് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ്. ബേസിക്കലി ഇതൊരു പേഴ്സണൽ പർപ്പസിലോ അല്ലെങ്കിൽ പേഴ്സണൽ മാറ്ററിൻ്റെ ബിഹൈൻഡോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒബ്ജക്റ്റീവിലോ ആയിരിക്കില്ല നടക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൾച്ചറൽ ഇവൻറ്റ്സ് നടക്കാറുണ്ട്, പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻസ്, പിന്നെ ടെക് ഇവൻറ്റ്സ്, പിന്നെ റിലീജിയസ് ഇവൻറ്റ്സ് നടക്കാറുണ്ട്, പിന്നെ മാരത്തോൺസ് നടക്കാറുണ്ട്, പിന്നെ മ്യൂസിക് ജാംസ് പോലത്തെ പരിപാടി നടക്കാറുണ്ട്, പിന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ പരിപാടി നടത്താറുണ്ടാവും. ഇതുപോലത്തെ കുറേ പല ടൈപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഓൺ ചെയ്ത് നടത്തുന്ന ഇവൻറ്റ്സിനാണ് കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് എന്ന് പറയുക. ഈ ഇവൻറ്റ്സ് നടത്തുന്നതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഈ ആൾക്കാരെല്ലാവരും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഇവൻറ്റ്സ് നടത്താറുണ്ട്. പിന്നെ വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരെ അപ്സ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽത്ത് ബെറ്റർ ആകാൻ, അപ്പോൾ ഇത് അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവൻറ്റ്സോ, അപ്പോൾ ഇതുപോലത്തെ ഒരു കോമൺ കോസിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ ഇവൻറ്റ്സ് നടത്തുന്നത്. അതായത് ഒരു പേഴ്സണൽ ഒബ്ജക്റ്റീവിനല്ലാതെ പബ്ലിക്കിന് കുറച്ചുകൂടെ എന്തെങ്കിലും കിട്ടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു എൻഗേജ് ചെയ്യാൻ വേണ്ടി എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഇവൻറ്റ്സ് നടത്താറുള്ളത്. അപ്പോൾ ഇതുപോലത്തെ പരിപാടികൾ ഹോസ്റ്റ് ചെയ്യുന്നത് ജനറലി ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഇതിൻ്റെ ഓർഗനൈസിങ്ങിൽ പാർട്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമായിരിക്കും പ്രൊഫഷണലി ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പരിപാടികൾ ഏൽപ്പിക്കാറുണ്ട്.